അപ്പൊ നമുക്ക് നോക്കാല്ലേ എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? മാർ പോൾ ചിറ്റിലപ്പള്ളിക്കെതിരായ പിണറായി വിജയന്റെ നികൃഷ്ടജീവി പരാമർശമാണ് ഇക്കാലം അത്രയും കത്തിനിന്നത്. സഖാക്കളെ, കൂടുതലൊന്നും പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കണം. പറയാൻ പാടില്ല എന്ന് നാമെല്ലാം കരുതുന്ന ഒരു മാന്യൻ വന്ന് നമ്മുടെ തലയിൽ കയറിയിരുന്ന് UDF വേണ്ടി വിളിച്ചു പറയുന്നു എങ്കിൽ നമ്മളെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്ന അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം. ആദ്യം ഞെളിയണ്ടോ, പുലിയെ എലിയാക്കാനുള്ള വിദ്യ എന്റേലുണ്ട്. വീട്ടിൽ കയറി വന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം. ഏത് മാഷാണ് നിന്നെ പഠിപ്പിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. 11 വർഷം കഴിഞ്ഞപ്പോഴാണ് നികൃഷ്ടജീവി പരാമർശം വീണ്ടും ചർച്ചയാക്കുന്ന വിവരദോഷി പ്രയോഗം. കുറച്ചെങ്കിലും ബുദ്ധി വേണ്ട. ഭയങ്കര മോശമായി. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ വിവരദോഷികളുണ്ടാവും. ഇതിന് മരുന്നില്ല. വിവരദോഷികളുണ്ടാവും. ഞങ്ങൾക്ക് ഒറ്റ വാക്കുള്ളൂ, ഈ നാറിയ പണിക്ക് ഞങ്ങളില്ല. എന്താ നോക്കണ്ട കൂടുതലാ. അത് മുഖ്യമന്ത്രി അങ്ങനെ ബിഷപ്പുമാരെ ഇടയ്ക്കിടയ്ക്ക് നികൃഷ്ട ജീവിയെന്നും വിവരദോഷിയെന്നും അദ്ദേഹം വലിയ വിവരമുള്ള ആളാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. അദ്ദേഹത്തിന് അത്രയും വിവരമുള്ള ഒരാൾ കേരളത്തിൽ ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ? ഉച്ചത്തോടെ അല്ലാതെ എപ്പോഴൊക്കെ നീ ഞങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിന്റെ ഒരു വിചാരമുണ്ട്. ജനങ്ങൾ തള്ളിക്കളഞ്ഞൊരു ഗവൺമെന്റ്. കാരണഭൂതനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛനും പുത്തരിയല്ല. ചോദ്യങ്ങൾക്ക് മുകളിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യും. അനുഭവിക്ക്. ഭ്രാന്ത് പിടിച്ച പട്ടികൾ ചിലപ്പോ ഇങ്ങനെയാ ചോറ് കൊടുത്ത് കഴിക്കുന്ന കടിക്കും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.